കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് വ്യക്തമായിട്ടൊന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്നവർ, പ്രാർത്ഥിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ പൊതുവേ നമുക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെന്നൊരു ധാരണ എപ്പോഴും എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. എന്തിനായിരിക്കണം നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്ക് അത്യാവശ്യം കോൾ ചെയ്യാനും അല്ലെ അത്യാവശ്യം നമുക്കൊന്ന് ബന്ധപ്പെടാനൊക്കെ നമുക്ക് ഉറപ്പായിട്ടും മൊബൈൽ ആവശ്യമുണ്ടല്ലേ. പക്ഷേ എനിക്ക് വീട്ടമ്മമാരോടൊക്കെ പ്രധാനമായിട്ട് പറയാനുള്ള, പരമാവധി നിങ്ങൾ സീരിയലൊക്കെ കാണുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ചേച്ചിമാരെ, നിങ്ങൾ സീരിയലൊക്കെ കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പരമാവധി നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. കാരണം അതുകൊണ്ടൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം നമ്മുടെ ലൈഫിൽ കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ഒന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് നമ്മൾ ചെയ്തിട്ടില്ലേ കാര്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കും, ഒരു സിനിമ കണ്ടാൽ, ഒരു സീരിയൽ കണ്ടാൽ നമുക്ക് ആ ഒരു ടൈം നമുക്ക് പോയി കിട്ടുമെന്നല്ലാതെ നിങ്ങളൊന്ന് ആലോചിക്കുക, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ, ഒരു ഗുണമുണ്ടോ? കിട്ടത്തില്ല അല്ലേ. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് നല്ല മെസ്സേജസ് ആരും തന്നെ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ. പിന്നെ നമുക്ക് സിനിമയൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ കാണാം. സിനിമ കാണാമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മളെപ്പോഴും അല്ല, ഒരു ലിമിറ്റുണ്ട്. എല്ലാത്തിനും ലിമിറ്റ് വെച്ചിട്ട് മാത്രം. ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ തവണയൊക്കെ കണ്ടതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് പീഡനങ്ങളൊക്കെ വരുന്ന സിനിമകൾ, അങ്ങനെ ഉള്ള മൂവീസൊക്കെ ഒഴിവാക്കുക. ഒത്തിരി കുടുംബ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തിരി കാണാൻ നല്ല രസമുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നതിന്, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു ഫണ്ണി ആയിട്ടൊക്കെ എടുക്കാം. ഒരു സമയം ഒരു രസകരമായിട്ടൊക്കെ മാറ്റിയെടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിനെല്ലാം നമ്മൾ ദൈവത്തെ ഓർത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ദൈവസന്നിധിയിൽ നമ്മൾ അത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ പരമാവധി എനിക്ക് പറയാനുള്ള, സീരിയൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥിച്ച ശേഷം ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് പരമാവധി നല്ലത്. കാരണം നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് പോകും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര നമ്മൾ തളർന്നു കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു പവറുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്നാണ്. അപ്പോൾ ആ കൃപ എന്ന് പറയാൻ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് പിന്നെ ഉള്ളത് മൊബൈൽ ഫോണാണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി സമയം ഇങ്ങനെ ഷോർട്സ് കാണുന്നത്, ഒരുപാട് വീഡിയോസ് കാണുന്നതൊക്കെ ഒഴിവാക്കി വിടണേ. കാരണം അതൊക്കെ നമുക്കറിയാം, നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പിന്നെ അടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റത്തേക്ക് എടുത്താണെങ്കിൽ നമ്മുടെ അത് 10 ആവും, പിന്നെ 15 ആവും, അരമണിക്കൂറാവും, 1 മണിക്കൂർ. എനിക്കങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് പിന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യാറുള്ളത്. വളരെയധികം വിഷമവും സങ്കടവും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളത് വാട്സപ്പ് മെസ്സേജുകളൊക്കെയാണ്. പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതിന് മാത്രം നമ്മൾ റിപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ കോളുകളൊക്കെ നമുക്കറിയാം, ഒത്തിരി കോളൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ഫോൺ വിളിയൊക്കെ ഒന്ന് കുറച്ച് വെക്കുക. എപ്പോഴും നമ്മൾ ഒരു ലിമിറ്റ്, എല്ലാത്തിനും ലിമിറ്റ് വെക്കുക എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർ നമ്മളോട് നമ്മുടെ വേദനകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. കുറ്റങ്ങളും കുറവുകളും പറയാതെ, അല്ലെങ്കിൽ അവരോടൊപ്പം കൂടാതെ, അവർ പറഞ്ഞോട്ടെ, നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, പറയാതെ വളരെ നല്ല വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ മൊബൈൽ ഫോണും TV-യും ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം, പഠിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം, എല്ലാത്തിനും മൊബൈൽ ഫോൺ വേണം. അഡിക്ഷനാണ് എല്ലാവരും, മിക്ക കുട്ടികളും അഡിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ പരമാവധി ഒഴിവാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ കൂടുതൽ പ്രാർത്ഥനയ്ക്കായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നത് ശരിയാണ്? ഒരിക്കലും ശരിയല്ല കേട്ടോ. ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമുക്ക് പ്രാർത്ഥന വേണം. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഹൃദയത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണു പോവാതിരിക്കാനാണ് ഈശോ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കുന്നത്. എവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവവിചാരത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പോലും നമ്മൾ വിചാരത്തോടെ കൂടി ചെയ്യുക. ചില ആളുകളുണ്ട് 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അവരവർ ഉത്തരവാദിത്വം നിറവേറ്റാതെ പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊരു കഥ ഓർക്കുകയാണ് കേട്ടോ. ഒരിടയ്ക്ക് ഞങ്ങൾക്കൊരു ഇതുപോലെ ഒരു ഗ്രൂപ്പ്, മാത്യു വയലാമണ്ണിലച്ഛൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലൊരു സഹോദരിയുണ്ട്. നല്ല ജോലിയുള്ള, നല്ല സമ്പത്തുള്ള ഒരു കുടുംബം. അവർക്ക് മക്കളില്ല. അപ്പോൾ എന്താ പറയുക, ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്ത ഈ കുട്ടി ഒരു സെക്ഷുവലായിട്ട്, അത് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ തൊടാനായിട്ട് ഹസ്ബൻഡിനെ അനുവദിക്കത്തില്ല. അപ്പോൾ ആദ്യമൊക്കെ ഹസ്ബൻഡ് കാര്യം ചോദിക്കുമ്പോൾ ഒന്നും പറയത്തില്ല. ഇതിങ്ങനെ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമാണെങ്കിൽ ഒരു പൊട്ടനെ പോലെ ഉള്ള കാര്യത്തിന് പുറകെ ഇങ്ങനെ നടക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ കുട്ടി ഒരു യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി ഒരു ദിവസം ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിനായിട്ട് ഒരു ബ്രദറുമായിട്ട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ, ഈ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ കുട്ടി പറയുന്നത് എന്നാണെന്നറിയാമോ, ഞാൻ യേശുവിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം സമർപ്പിച്ചേക്കുക, അതുകൊണ്ട് എനിക്ക് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധ മണ്ടത്തരവും പൊട്ടത്തരമാണ് കേട്ടോ. നമ്മൾ വിവാഹം കഴിഞ്ഞ് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ദൈവം നമുക്ക് വിവാഹമെന്ന കുദാശയിലൂടെ നമ്മളെ ജീവിതത്തിലേക്ക് വലിയൊരു വിളിയാണത്. ആ വിളി എന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് മക്കൾ വേണം. അതുപോലെ തന്നെ വളരെ ഹാപ്പിയായിട്ട് ഹസ്ബൻഡിൻ്റെ സന്തോഷം, ഭാര്യയുടെ സന്തോഷം, ആ ഉത്തരവാദിത്തങ്ങളാണ് ആ ഹസ്ബൻഡും നിറവേറ്റേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പെൺകുട്ടി കാണിച്ച വിടുതൽ അവളൊന്നും ചോദിക്കുക പോലും ചെയ്തില്ല. ഒരുപാട് വർഷങ്ങൾ പാവം ആ മനുഷ്യനിങ്ങനെ അവളുടെ പുറകെ നടന്നു എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവള് പറയത്തുമില്ല. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടിയുടെ ആവശ്യം ഇതായിരുന്നു. ഇവള് പറഞ്ഞ്, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, എനിക്ക് യേശുവിൽ ജീവിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തോടൊപ്പം എനിക്ക് കിടക്കാനായിട്ട് പറ്റത്തില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയും വേണം. ഒന്ന് ആലോചിച്ച് നോക്കി, കർത്താവ് അത് സമ്മതിച്ചു കൊടുക്കുക തോന്നുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാനായിട്ട് എന്താ പറയുക, പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറരുത്. നിങ്ങൾ ഒരു വീട്ടമ്മയാണെങ്കിൽ, നിങ്ങൾ ജോലിക്കാരിയാണെങ്കിൽ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഹസ്ബൻഡിനെ ശ്രദ്ധിക്കുക. അതുപോലെ തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഇനി അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് നമ്മുടെ കുടുംബത്തിൽ. എല്ലാവരും പ്രാർത്ഥനയിലൊന്നും ആവില്ലാത്തവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും എന്ത് ചെയ്യുക, നമ്മൾ വളരെ സ്നേഹത്തോടും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അല്ലാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ട് ഇതൊന്നും വേണ്ട, എനിക്ക് പ്രാർത്ഥന മാത്രം മതി എന്ന് വിചാരിക്കുന്നവരോട് പറയാണ്, ആ പ്രാർത്ഥന ഒരിക്കലും ദൈവസന്നിധി വില പോകില്ല കേട്ടോ. ഒരിക്കലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി എന്ന് ഉറപ്പുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഡെയിലി നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധ്വാനിക്കണം, നമുക്ക് സമ്പത്തുണ്ടാവണം, അന്നു വേണ്ടുന്ന ആഹാരം നമുക്കുണ്ടാവണം, മക്കളെ നോക്കണം, നമ്മുടെ കുടുംബത്തെ നോക്കണം. ഇതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതോടെ തന്നെ പരസ്പര സ്നേഹം നിലനിർത്തണം. ഇതെല്ലാം നമ്മളിൽ ഉണ്ടാവുകയും വേണം. അതുപോലെ തന്നെ പ്രാർത്ഥനയും വേണം കേട്ടോ. ഇതാണ് യഥാർത്ഥ ആത്മീയ ജീവിതം. അല്ലാതെ നമ്മൾ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറിയിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. അതുപോലെ നിങ്ങൾ കെട്ടിയന്മാർ ദേഷ്യപ്പെടുന്നവരുണ്ട്, ഭർത്താക്കന്മാർ ഭാര്യമാർ ദേഷ്യപ്പെടുന്നവരുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, പ്രാർത്ഥന എപ്പോഴും വേണം, പക്ഷേ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ദൈവസന്നിധിയിൽ വില കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞിരിക്കുന്ന അളവിൽ മാത്രം നിങ്ങൾ ചുരുക്കി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഏറ്റവും നല്ലതാണ്. ബാക്കി സമയങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ഇനി മൂന്നാമതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, പീരീഡ്സ് ആവുന്ന പെൺകുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്ക് അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ കാര്യം ഞാൻ എടുത്തിടുന്നില്ല, എനിക്കറിയത്തില്ല.
പൊതുവെ പലതും പലതാണ്. ഇപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ആത്മീയ ജീവിതം പരിശുദ്ധ അമ്മയോടും വിശുദ്ധ വേദപുസ്തകത്തോടും ചേർന്ന് നിൽക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. പീരിയഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് ബൈബിൾ എടുക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അതിനെ തൊടരുത്, അത് അശുദ്ധിയാവുമെന്ന് പറയുന്നത് ഒരു ശുദ്ധ മണ്ടത്തരാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇതിനെന്തെങ്കിലും എതിര് പറയാനുള്ളവർക്ക് പറയാം കേട്ടോ. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പഴയ നിയമത്തിൽ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറയുകയാണ്, പഴയ നിയമത്തിൽ പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ പീരിയഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ. അതിങ്ങനെയാണ്, അതായത് നമുക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടരുത്, പെൺകുട്ടിയുമായിട്ട് പീരിയഡ്സ് ആവുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടരുത്. അത് പറഞ്ഞിട്ടുണ്ട്. അതെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശുമിശിഹാ ഇവിടെ പറഞ്ഞിരിക്കുന്ന അശുദ്ധി എന്ന് പറയുന്ന മുഴുവൻ ഹൃദയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഒരുവനെ അശുദ്ധിയാക്കുന്നത്, ഒരുവൻ ഭക്ഷിക്കുന്നതല്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വേദപുസ്തകം വായിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീരിയഡ്സ് ആകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ, നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധ അമ്മയുടെ അരികിലിരുന്ന് എപ്പോൾ വേണം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും നമ്മൾ അശുദ്ധി അവർ കാണത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡൗട്ടുള്ള അമ്മമാരുണ്ടോ, ആ ഉള്ള ഡൗട്ടുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ അവരോട് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഇതൊരിക്കലും നമ്മൾ അശുദ്ധിയാക്കുന്നില്ല. ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണത്. പ്രൈസ് ദി ലോർഡ്. പണ്ട് മുതലേ ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നും ആളുകൾ അതിനെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം, ഒരിക്കലും ഇതിനെ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ മോശമായിട്ട് കാണാതിരിക്കുക. ദൈവം തന്നിരിക്കുന്ന വലിയ മഹത്വപ്പെട്ട വലിയൊരു അനുഗ്രഹത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്കുണ്ടാകുമ്പോൾ നന്ദിയാണ് പറയേണ്ടത് ദൈവത്തോട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് ഇതിനൊക്കെ നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈശോയുടെ അടുത്തിരിക്കുമ്പോഴും മാതാവിൻ്റെ അടുത്തിരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ആയിട്ട് നമ്മളൊന്ന് കുമ്പസാരിക്കുക. അതായത് വചനം പറയുന്ന വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധിയോട് കൂടിയിട്ട് സ്പർശിക്കണം. അപ്പോൾ നമ്മൾ വിശുദ്ധിയോട് കൂടിയിട്ട് അതിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുമ്പസാരിക്കണം. നമ്മുടെ ഹൃദയമാണ് അശുദ്ധിയായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വാക്കുകൾ വായിലൂടെയല്ലേ, നമ്മുടെ വാക്കുകളാണ് നമ്മൾ അശുദ്ധിയാക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ നമ്മൾ എസ് ഓർ നോ, നിങ്ങളുടെ വാക്കുകൾ അതേന്നോ അല്ലേന്നോ ഇരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞില്ലേ, ഈ രണ്ടിലുമാണ് നമ്മുടെ വിശുദ്ധി ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചതിന് ശേഷം ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രം എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവരോടൊക്കെ പ്രധാനമായിട്ട് പറയുകയാണ്, അന്നത്തെ ദിവസം അതും ഇതൊക്കെ കാണിച്ചു കൂട്ടി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും പോയിരുന്നു പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരോടും ചേട്ടന്മാരോടും പറയുകയാണ്, നിങ്ങൾ കുമ്പസാരിച്ചതിന് ശേഷം മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ ഈ കുറേ മാലിന്യങ്ങൾ ഹൃദയത്തിലേക്ക് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെയും പ്രാർത്ഥനയും കൂടി ചേർത്ത് വെച്ചിട്ട് എല്ലാ കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതിനൊരു വിലയുമില്ല, ഒരു കൃപയുമില്ല. അപ്പോൾ അതുകൊണ്ട് കുമ്പസാരിച്ച് ഒരുങ്ങിയതിന് ശേഷം മാത്രം ഡെയിലി പ്രാർത്ഥന നടത്തി നോക്കിക്കേ. എന്നും നമുക്കൊരു പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അതുപോലെ വിശുദ്ധി ഉണ്ടാവും, കൃപ നിറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.